ദൈവമേ, ഇന്നെങ്കിലും എനിക്ക് ആ പെണ്ണിനെ ശരിക്കൊന്ന് കാണാൻ കഴിയണേ. പപ്പയ്ക്ക് നാട്ടിൽ പോയി ഭാര്യയും കുട്ടികളെയും കാണണമെന്ന് തോന്നാറില്ലേ? അതെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, കല്യാണം കഴിച്ചില്ല, അതിനുള്ള ടെൻഡൻസി ആയില്ല. അയ്യോ, MD ബോംബെയിൽ നിന്ന് എത്തിയില്ലേ? എത്തിയല്ലോ. എനിക്കൊന്ന് കാണണം. സാർ അല്പം ബിസിയാ? ഞാൻ അതിനേക്കാൾ ബിസിയാ. സുധീർ കുമാർ കാണാൻ വന്നിരിക്കുന്നു പറയൂ. സർ, മിസ്റ്റർ സുധീർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സുധീർ എപ്പോ വന്നാലും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, കേട്ടുവിട്ടോളൂ. ചെല്ലാൻ പറഞ്ഞു. നീന്ന് പോയില്ലേ? ഇല്ല. ഒരു ദിവസം പോവായിരുന്ന നിനക്ക് എത്ര രൂപയാ നഷ്ടമെന്നറിയാവോ? എനിക്ക് ഇഷ്ടം പോലെ ലീവ് ഉണ്ടടാ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ദിവസം നിനക്ക് ആർടി ഓഫീസിൽ നിന്നും പിരിയുന്ന ചീച്ചി. അത് നീ എന്നെ ഒന്ന് വെച്ചതാണല്ലോ. ഏതാടി ഈ ബൈക്ക്? അതൊക്കെ കിട്ടി. പുറകെ ആള് വരുമോ? ഒരാളും വരില്ല. മാരുതിയെ ഫോളോ ചെയ്യാൻ ചെക്കിംഗ് ഇൻസ്പെക്ടർക്ക് കമ്പനി അനുവദിച്ച ബൈക്കാ. അപ്പൊ നീ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ വെച്ച് കാച്ചല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഇനി അയാളോട് ആ പെണ്ണിനെ കുറിച്ച് പറയുമ്പോ കുറച്ചുകൂടി ഡോസ് കൂട്ടി പറയണം. അപ്പൊ നിനക്ക് ബൈക്കല്ല, അയാള് ക്വാർട്ടേഴ്സ് വരെ അനുവദിച്ചു തരൂടാ. നീ ഏതായാലും ആ പെണ്ണിന്റെയും ഫോട്ടോയുടെയും കാര്യമൊന്നും ആരോടും പറയരുത്. എല്ലാം വളരെ സീക്രട്ട് ആയിരിക്കണം. നില്ലേ, ഞാനാരോട് പറയാനൊന്നും പോണില്ല. പക്ഷെ എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണം. പെണ്ണിനെ ഒന്ന് കാണണം. അത് വേണ്ടട്ടാ. നിനക്ക് അപ്പുറത്തെ വസുമതിയും സുമതിയും ഒക്കെ മതി. മതി. എടാ, നിനക്ക് ഞാൻ പറഞ്ഞത് വല്ലോ മനസ്സിലായി? സ്നേഹം മനസ്സിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല, അത് തുറന്നു പറയണം. ഇത്രയും ദിവസം നീ അവളെ പുറകെ നടന്നിട്ട് പേര് പോലും അറിയില്ല എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. അതിനൊരു അവസരം ഉണ്ടാകണ്ടേ? അവസരം നീ ഉണ്ടാക്കണം. നാളെ തന്നെ നീ അവളെ ചെന്ന് കാണണം. അവളോട് 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കണം. പതിയെ പതിയെ അവളുമായി അടുക്കണം. എങ്കിലേ നിനക്ക് അവളുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിയൂ.
ആ ചെറുപ്പക്കാരൻ അവളുടെ കാമുകനാണെങ്കിൽ തന്നെ നിനക്കെന്താ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ അയാൾ നിന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടർ ആക്കിയത്? ഛേ, ആ കുട്ടിയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല ധരിച്ചത്. നിന്റെ ധാരണ തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അയാൾ അവളുടെ കാമുകനായിരിക്കരുതേ എന്നൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഒന്ന് പോടാ. അയാൾ നിന്നെ ഏൽപ്പിച്ച എൻക്വയറി പൂർത്തിയാക്കി ആ ജോലി എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ അയാൾ വിശ്വസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ഉറപ്പാ. മനസ്സേ, ആ ചെറുപ്പക്കാരൻ അവളുടെ കാമുകൻ തന്നെ ആയിരിക്കോ? ഒന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് കാറിനടുത്തുവരെ വന്ന് ടാറ്റ പറഞ്ഞു എന്ന് വെച്ച് കാമുകനാണോന്നുണ്ടോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. അങ്ങനെയാകാനാണ് വഴി. പിന്നെ നിന്റെ മനസമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ കാമുകനല്ലെന്ന് വിചാരിച്ചോ. ഇനി എന്തായാലും അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഹലോ, ഐ എം സുധീർ. എന്താ? അല്ല, ഈ കാർ വളരെ ഫെമിലിയർ ആണ്. ഒന്ന് ചെല്ലടാ. കാർ മാത്രമല്ല, ആളും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. മാറിയിരിക്കണം മിസ്റ്റർ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ ഞാൻ നിങ്ങളെ വിടില്ല. എത്ര ദിവസമായി അറിയാമോ ഞാൻ നിങ്ങളുടെ പുറകെ നെട്ടോട്ടോടാൻ തുടങ്ങിയിട്ട്? നിങ്ങളോട് പ്രേമാഭ്യർത്ഥന നടത്താനോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ല. എനിക്കൊരു സത്യം അറിയണം. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നിക്കടാ അവിടെ. അങ്ങനെ അങ്ങ് പോയാലും ശരിയായില്ലല്ലേ? ഇതൊന്നും ശരിയാവാൻ. പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? എടാ സുധീരേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. വിശ്രമത്തിലാണല്ലടാ ചതിയ. അല്ലടാ, ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിന് നിർത്തി. ഇനി മേലിൽ നിന്റെ കൂടെ ഈ പരിപാടിക്ക് ഞാനില്ല. എന്ത് പോക്കൃത്തരോടാ നീ കാണിച്ചത്? ഒരുമാതിരി മെക്കിട്ട് കയറിയല്ലായിരുന്നു ആ പെണ്ണിന്റെ നേരെ. എന്നാലും എനിക്കൊരു അപകടം വന്നപ്പോ നീ സ്വന്തം ആനത്തടി രക്ഷപ്പെടുത്താൻ നോക്കിയല്ലേ? എടാ, അവന്മാര് തടിയന്മാര് 4 പേര്, നമ്മൾ 2 പേരും ഒറ്റക്ക്. വല്ലതും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അവന്മാരാ പെണ്ണിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ആ സമയത്തെ പെർഫോമൻസ് കണ്ടപ്പോ എനിക്കും തോന്നിയതാ നിനക്കിട്ട് 2 തരാൻ. നിന്നെ പോലെ കണ്ണും കൈയും കാണിക്കാനും മതിലിന്റെ അരികിൽ നിന്ന് കുശുകുശിക്കാനും ഒന്നും എനിക്കറിയില്ല. നേരെ വാ നേരെ പോ, അതേ എനിക്കറിയാവൂ. അതല്ല വേണ്ടത്, വളഞ്ഞു പോ. എന്നാലേ പെണ്ണ് വളഞ്ഞു വരൂ. എന്താ നിന്റെ അസുഖം? സാർ, എടാ, പോലീസുകാര് പോലും മര്യാദയ്ക്ക് കഴിയാൻ തുടങ്ങിയിരിക്കുന്ന ഈ കാലത്ത് എന്ത് ഭാവിച്ചാ നീ? സാർ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാർ എന്നോട് ഇങ്ങനെയൊക്കെ? പണക്കാരെന്ന് കേൾക്കുന്നത് നിനക്ക് വലിയ അലർജിയാണല്ലേ? സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാര്യവുമില്ലാതെ കാറ് തടഞ്ഞു നിർത്തി തട്ടിക്കളയും ഉരുട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അയാളോട്... പ്രകാശ് സാറിനോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുമ്പോ കാശുകാരോട് തോന്നുന്ന ഒരുതരം വെറുപ്പ്, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഞാനും കുറച്ചാൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നതാ. പിന്നെ ഈ കാക്കിക്കകത്തായപ്പോഴാണ് ആ സോഷ്യലിസ്റ്റ് ഫോബിയയ്ക്ക് അല്പശമനം കിട്ടിയത്. ഇതൊക്കെ എന്നെയും നിന്നെയും പോലുള്ള ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളാണ്. പക്ഷെ തെറി വിളിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ഒന്നിനും ഒരു പരിഹാരമാവില്ല. സാർ, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. പോലീസുകാർ പറയുന്നത് പ്രതികൾ കേട്ട ചരിത്രമേ ഉള്ളൂ, തിരിച്ചില്ല. അതല്ല സാർ, സാർ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പറയാ. ഞാൻ പ്രകാശ് സാറിനോട് അങ്ങനെയൊക്കെ പെരുമാറാനുണ്ടായ സാഹചര്യം സാർ ഒന്ന് മനസ്സിലാക്കണം. പ്ലീസ് സാർ. വാ. അപ്പ ഞാൻ വരട്ടെ? നിക്കടാടെ. സുധീർ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സുധീറേ. സുധീറിനെ വിളിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. അല്ല, എനിക്ക് കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട്. അത് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഊമക്കത്തുകൾ അയക്കുന്ന വലിയ ഇഷ്ടമാണ്, പക്ഷെ ആർക്കും ഇതുവരെ അയക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കത്ത്
ഇത് ഞാൻ എഴുതിയതല്ല. ദേ നോക്ക്, ഇടിച്ചു തെളിയിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കും വേണ്ട, മര്യാദയ്ക്ക് സത്യം പറ. കൂട്ടുകാരന് ജോലി ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നീ കണ്ട കുറുക്കുവഴിയല്ലേ ഇത്? സാർ സത്യമായിട്ടും എന്താ സാർ? എന്താ താൻ ഈ കത്ത് മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ? അതുകൊണ്ടല്ല സാർ, ഈ കത്ത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. ആ സ്ത്രീയെക്കുറിച്ച് വേറെയും ചില രഹസ്യങ്ങൾ എനിക്കറിയാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയുണ്ട്.